തൃശൂർ നടത്തറ ഭവൻ സ്കൂളിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് അപകടം. രക്ഷിതാക്കളുടെ വാഹനങ്ങളുടെ മുകളിലേക്കും മരം വീണു. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. വില്ലടം, വിൽവട്ടം മേഖലകളിൽ മിന്നൽ ചുഴലിയും ഉണ്ടായി. ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, വലിയ അപകടമാണ് ഉണ്ടായത്, ഈ മരം വീഴുന്നത്. പക്ഷേ അവിടെ കുട്ടികൾ ഒന്നും ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രം വലിയൊരു ദുരന്തം ഒഴിവായി. രുചീഷ്, അങ്ങനെ തന്നെയാണ്. വലിയ നാശനഷ്ടങ്ങളും വലിയ അപകടവുമാണ് തൃശ്ശൂരിൽ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂച്ചട്ടിയിലാണ്. പൂച്ചട്ടിയിലെ ഭവൻ സ്കൂളിന് സമീപത്ത് വെച്ചിട്ടാണ് ഈ കാണുന്ന നിലയിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് അപകടമുണ്ടായത്. കുട്ടികൾ 8:45 ശേഷം സ്കൂളിലേക്ക് പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് എത്തിത്തുടങ്ങുന്ന സമയമാണ്. UKG വരെയുള്ള വിവിധ ക്ലാസ്സുകളിലും സെക്ഷനുകളിലുമായി 280-ലധികം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ KG ക്ലാസ്സുകളിൽ മാത്രം പഠിക്കുന്നത്. അത്തരം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന് തൊട്ട് സമീപത്ത് വെച്ച് തന്നെയാണ്, ഈ വിദ്യാലയത്തിൽ തന്നെയാണ് അപകടവും മിന്നൽ ചുഴലിയും ഒക്കെ ഉണ്ടായത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഈ ദൃശ്യങ്ങളിൽ വലിയ തേക്കുമരം ഇവിടെ കടപുഴകി വീണ് അത് മുറിച്ചു മാറ്റുന്നതായിട്ടുള്ള നടപടികളാണ് ഫയർഫോഴ്സിന്റെയും മറ്റും നേതൃത്വത്തിൽ നടക്കുന്നത്. ഇവിടെ അധ്യാപകരെല്ലാവരും ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികൾ എത്തിത്തുടങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആ സമയത്തേക്കാണ് അപകടം സംഭവിക്കുന്നത്. മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ എത്തുന്നു. ആ സമയത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. ടീച്ചറെ, ഇതെന്താണ് ആ സമയത്ത് സംഭവിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് പറയാമോ? ഞങ്ങൾ സത്യം പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ ശബ്ദങ്ങൾ കേട്ടു. കറണ്ട് പോയി, പെട്ടെന്ന് കറണ്ട് പോയി. അങ്ങനെ തന്നെ ഞങ്ങൾ അയ്യോ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഭയങ്കര കാറ്റും ബഹളമായി. പിന്നെ എന്താ ഈ തൂണുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് മിന്നൽ ചുഴലി എന്താ അങ്ങനെയല്ല പറയാ, യെസ്, അതുപോലെ ഒരു കാറ്റ്. എത്ര സമയം നീണ്ടു നിന്നിട്ടുണ്ട്? 2 സെക്കൻഡ് അത്രയുള്ളൂ. അതിന്റെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആ സമയത്തേക്ക് എത്തുന്നതുണ്ട്. കുറച്ചുപേര് എത്തി, കുറച്ചുപേര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആരും ദൈവം സഹായിച്ച് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അതന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ. നേരത്തെ സംസാരിച്ച പറഞ്ഞു പെട്ടെന്ന് കറണ്ട് പോയി, നിങ്ങൾ കുട്ടികൾ പേടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്തു. അതായത് കാറ്റ് കണ്ടപ്പോൾ അവരൊക്കെ പേടിച്ചു. അപ്പൊ നമ്മളെല്ലാവരും, ഒത്തിരി സ്റ്റാഫ് ഉണ്ട് ഇവിടെ, നമ്മളെല്ലാവരും കുട്ടികളെ വട്ടം കെട്ടിപ്പിടിച്ച് എല്ലാവരും ഒരു ക്ലാസ്സിലേക്ക് ആക്കി. അപ്പോൾ നമുക്കറിയാലോ പല പല ക്ലാസ്സുകളിലല്ലോ. അപ്പം അങ്ങനെ സേഫ് ആക്കി. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മളുടെ അതോറിറ്റീസൊക്കെ എല്ലാവരും ഓടി വന്നു. അങ്ങനെയാണ് ഞങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ട് അവിടെ മെയിൻ ഓഡിറ്റോറിയത്തിലാക്കി, കുറച്ച് കുട്ടികളെ ഹോസ്റ്റലിലാക്കി. അങ്ങനെയൊക്കെ കൂടി ഇത് ചെയ്തപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലെത്തി. ആർക്കും ഒരു പോറൽ പോലും ഇല്ല കേട്ടോ, ഒരു ചെറിയ മുറിവ് പോലും ഇല്ല. അതൊരു വലിയ ഭാഗ്യമാണ്. ഈശ്വരൻ, ദൈവം എത്ര ഞങ്ങളെ കാത്തേന്ന് ഞങ്ങൾക്ക് തന്നെ അറിയണില്ല. ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു സ്മൈൽ ചെയ്തിട്ട് സംസാരിക്കുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ പറയാൻ പറ്റും. എന്താണ് ആ സമയത്തെ കുറിച്ച് എന്താണ് ഓർക്കുന്നത്? പെട്ടെന്ന് ഓർമ്മയിലിട്ട് വരുന്നത് എന്താണ്? സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മ വരില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. എന്താ അറിയില്ല, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. സത്യമായിട്ടും എനിക്ക് മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. സത്യം. ഇത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് മൊത്തം 275 പ്രീ KG, LKG, UKG ആയിട്ട്. ടീച്ചർമാർ സംസാരിച്ചതുപോലെ തന്നെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചുകൊണ്ടും കുട്ടികളെ സംബന്ധിച്ചുകൊണ്ടും ഒക്കെ ഉണ്ടായത്. അതിൻ്റെ ആ ഒരു ആഘാതത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഈ ഭവൻസിൻ്റെ LKG, പ്രീ KG, UKG ക്ലാസ്സുകൾ. ഇവിടെ 275 കുട്ടികളാണ് പഠിക്കുന്നത്. വിവിധ ക്ലാസ്സുകളിലും ക്ലാസ് റൂമുകളിലുമൊക്കെ ഈ പരിസരത്ത് വെച്ചുണ്ടായ നാശനഷ്ടങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന വലിയൊരു മാവ് കടപുഴകിയിരിക്കുന്നു. ഇവിടുത്തെ ഈ കെട്ടിടത്തിന് അതിന് ഷെൽട്ടറായി നിർമ്മിച്ചിരിക്കുന്ന വലിയ റൂഫിംഗ് സംവിധാനത്തിൻ്റെ വലിയ ഇരുമ്പ് തൂണുകൾ കാറ്റിൽ കടപുഴകി മാറി നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്താണ് നമ്മൾ നേരത്തെ കാണിച്ച വലിയ മരം, തേക്കുമരം മറിഞ്ഞു വീണതും മറ്റും. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ കുട്ടികളെ എത്തിക്കുന്ന വാനുകളടക്കം 4 വാഹനങ്ങളാണ് ഇപ്പോൾ മരങ്ങൾക്കടിയിൽപ്പെട്ട് നാശത്തിന് ഇരയായിട്ടുള്ളത് എന്നുള്ളതാണ്, നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സിൻ്റെയും മറ്റും നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും നടത്തുകയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ വലിയൊരു ഭാഗ്യമാണ് എല്ലാവർക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. 270 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ രാവിലെ 8:45 മുതലാണ് കുട്ടികൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നത്. 9 മണിക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും. ആ സമയത്ത് തന്നെ ചില കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ മക്കളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനായി ഇവിടെ എത്തിയിരുന്നു. സ്കൂൾ പ്രവേശനം നടന്നിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്
ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിലെ വിവിധ സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ മിന്നൽ ചുഴലി ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുണ്ട്. പൂച്ചട്ടിയിലെ ഈ ഭവൻ സ്കൂളിലുണ്ടായ അപകടത്തിന് പിന്നാലെ തന്നെ വില്ലിടത്തും ചേറൂരിലുമായി നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ മിന്നൽ ചുഴലിയെ തുടർന്ന് കടപുഴകി വീഴുകയും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഗതാഗത വൈദ്യുതി ബന്ധങ്ങൾ തകരാറിലാകുകയും മറ്റും ചെയ്തിരുന്നു. അത്തരത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളും വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു നടക്കുന്ന അപകടത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇനിയും ഭവൻ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നും മുക്തരായിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രം വലിയ അപകടങ്ങൾ ഇല്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ. ടീച്ചറെ ഒന്നുകൂടെ ഒന്ന് പറയൂ, എന്താണ് അന്ന് ആ സമയത്ത് സംഭവിച്ചത്? ഇതൊക്കെ തന്നെ ഈ കാറ്റങ്ങനെ വന്നു തന്നെ പെട്ടെന്ന് കറണ്ട് പോയി. ആദ്യം തന്നെ ഞാൻ ക്ലാസ്സിലായിരുന്നു, ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിലായിരുന്നു. കാരണം 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് പെട്ടെന്ന് പോയി, പിന്നെ കാറ്റ് വലിക്കുന്നു. വന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ. അപകടം നടക്കുന്ന സമയത്ത് എത്ര കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്? ക്ലാസ്സിൽ ഞങ്ങൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്ന് തുടങ്ങുന്നു, അതായത് കുട്ടികൾ വന്നു തുടങ്ങുന്നുള്ളൂ. കാരണം വരുന്ന ലേറ്റായിട്ട് വരിക കുട്ടികൾക്ക് മീൻസ് അവർ പരിചയമായിട്ട് വരുന്നില്ലേ ഉള്ളൂ, ഫസ്റ്റ് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അധികം കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിൽ. എന്നാലും വന്ന കുട്ടികൾ ക്ലാസ്സിൽ എല്ലാവരും സേഫ് ആയിരുന്നു. ഞങ്ങൾ ടീച്ചേഴ്സ്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പ്രദേശവാസികളും നാട്ടുകാരൊക്കെ ഓടിയെത്തി. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി കൊണ്ട് പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ വണ്ടിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂട്ടായിട്ട് കുട്ടികളെ ഒന്നില്ലെങ്കിൽ അവരെ വരുന്ന വണ്ടികളൊക്കെ തിരിച്ചുവിടാനും അതുപോലെ തന്നെ കുട്ടികൾ ഇവിടെ സേഫ് ആയിട്ടുള്ള. എന്തായാലും ആ അധ്യാപിക പറയുന്നത് പോലെ ആ ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാരണം വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഒരു മിന്നൽ ചുഴലി ഉണ്ടാകുന്നു, അവിടെയുള്ള മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നു. എന്തായാലും കുട്ടികൾ, കുറേ ആളുകളൊക്കെ ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രദേശത്ത് ഈ മിന്നൽ ചുഴലി ഉണ്ടായ സ്ഥലത്തൊന്നും കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. എന്തായാലും ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും അധ്യാപകരുള്ളത്.